ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാഹുബലി സെറ്റായിരുന്നു. ആ എൻട്രൻസ് കടക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു മകിഴ്മതി സാമ്രാജ്യത്തിലേക്ക് കടന്നു ചെന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഇത് അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വലിയ കവാടം കടന്ന് ബാഹുബലി ലൈഫിലേക്ക് കടക്കുകയാണ്. എങ്ങോട്ട് ബാഗ് നോക്കി. സാമ്രാജ്യം സർവോത്തം അജേയം ദശോ ദിശായേ ആഠിയാ സബ് ഇസ്കോ കർത്തെ പ്രണാം. ഒന്നും പറയാനില്ല, ശരിക്കും ഒരു ബാഹുബലി യൂണിവേഴ്സ് തന്നെയായിരുന്നു അത്. നമ്മുടെ ശിവു എന്ന് പറഞ്ഞ ക്യാരക്ടർ ലിഫ്റ്റ് ചെയ്ത ആ ശിവലിംഗമാണ് ആ ഇരിക്കുന്നത്. അതുപോലെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ സ്ഥലത്തും ശിവലിംഗങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നത്. വളരെ ഒരു എന്താ പറയുക, ഒരു ടെമ്പിളിലേക്ക് കടന്നു ചെന്ന ഒരു ഫീലാണ് അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായത്. ദാണ്ട് എനിക്ക് നമ്മുടെ ദേവസ്വം കൂടെ സാരില്ല, മോൻ വേഗം വരും കേട്ടോ. സാരമില്ല, പോട്ടെ. ഞാൻ കട്ടള ചെയ്താൻ ശാസനം. ഈ സിംഹാസനത്തിൽ ശിവ കയറിയിരിക്കുന്നതാണ്. இதுவே என் கட்டளை, என் கட்டளையே சாசனம். പിന്നീട് നമ്മൾ കണ്ടത് ഒരു ബുൾ ഫൈറ്റ് ആയിരുന്നു. ഷിബുവും പോത്തും തമ്മിൽ കട്ടക്ക് പോരാട്ടം. ഇത് നമ്മുടെ സ്പെഷ്യൽ ഫാൻ ബേസിലെ കാലകയന്റെ തല വെട്ടുന്ന യന്ത്രമാണ്. എവ്രി വുമൺ ഡിസേർവ്സ് ടു ബി എ ക്വീൻ. അങ്ങനെ ഞങ്ങളും ഒരു കൊച്ചു ശിവഗാമി ദേവി ആവാൻ ശ്രമിച്ചതാണ്. സിനിമയിലെ പല പല രംഗങ്ങളിലും നമ്മൾ ഈ സെറ്റിൽ ഉപയോഗിച്ച എല്ലാ സ്റ്റാച്യൂസും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹോൾ സിറ്റിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ എടുക്കാൻ ശ്രമിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ പൽവാൾ ദേവന്റെ വിഗ്രഹം പൊട്ടിക്കെടുക്കുന്ന ആ ഒരു ഏരിയ ആണ്. അങ്ങനെ ബാഹുബലി പൽവാൾ ദേവന്റെ തല വെട്ടിയിരിക്കുകയാണ്. അമ്പ് തറച്ചിരിക്കുന്ന വുഡൻ പ്ലാങ്ക്സ്. മെറിൻ പറഞ്ഞ പോലെ 2 പച്ചയുടെ ഇടയിൽ ഒരു മഞ്ഞയെ നിർത്തിയുള്ള ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നെങ്കിലും നമുക്കൊരു ഫോട്ടോ കിട്ടി ഗൈസ്. ശരിക്കും ഒരു 1 ടൈം ഡെഫിനറ്റ് വാച്ചാണ് രാമോജി ഫിലിം സിറ്റി. ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. അങ്ങനെ ഞങ്ങൾ രാമോജിയോട് വിട പറഞ്ഞിരിക്കുകയാണ്. ബൈ.